ഹലോ പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു നീണ്ട യാത്രയാണ്. ഈ യാത്രയിൽ നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കാൻ ഒരു കൂട്ട് കിട്ടുക എന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നമ്മൾ ദാമ്പത്യം എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ വെയിൽ, ചിലപ്പോൾ മഴ, ചിലപ്പോൾ കാറ്റ്. ഈ യാത്രയിൽ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ചില മാന്ത്രിക വിദ്യകൾ പഠിച്ചാലോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തലയാട്ടും. പക്ഷേ ഉറപ്പ്, നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദാമ്പത്യം ഒരു ബിരിയാണി പോലെയാണ്. എല്ലാം കൃത്യമായ അളവിൽ ചേർത്താൽ സൂപ്പർ ഹിറ്റാവും. അല്ലെങ്കിൽ ആദ്യമായി നാം സംസാരം പിന്നെയും സംസാരം. പണ്ടുള്ളവർ പറയും, മിണ്ടാതിരുന്നാൽ കലഹം ഒഴിയുമെന്ന്. എന്നാൽ ദാമ്പത്യത്തിൽ മിണ്ടാതിരുന്നാൽ സംശയവും തെറ്റിദ്ധാരണകളും ഒഴിയെത്തും. ചെറിയ കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കുക. ഇന്നെന്ത് സംഭവിച്ചു, എന്താണ് വിഷമം, എന്ത് സന്തോഷം. പങ്കാളിയോടെ ഒരു നല്ല സുഹൃത്തിനെ പോലെ സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മിണ്ടാതിരുന്നാൽ ഹിമാലയത്തോളം വളരും. രണ്ടാമതായി, കേൾക്കാനും പഠിക്കണം. സംസാരിച്ചാൽ മാത്രം പോരാ, കേൾക്കാനും പഠിക്കണം. പങ്കാളി പറയുന്നത് കേൾക്കുമ്പോൾ ഫോണിൽ നോക്കി എന്ന് മൂളാതെ കണ്ണിൽ നോക്കി ശ്രദ്ധയോടെ കേൾക്കുക. ഒരുപക്ഷെ അവരുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കടമോ സന്തോഷമോ ആയിരിക്കും നിങ്ങളുടെ ശ്രദ്ധ കാത്തിരിക്കുന്നത്. കേൾവിക്കാരനാകുമ്പോൾ നിങ്ങൾ അവരുടെ ലോകം അറിയുകയാണ്. മൂന്നാമതായി, ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കുക. അവരുടെ വ്യക്തിത്വത്തെ, സ്വപ്നങ്ങളെ, ഇഷ്ടങ്ങളെ, അഭിപ്രായങ്ങളെ മാനിക്കുക. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുമ്പോഴാണ് ആ ബന്ധത്തിന് ഒരു മൂല്യം വരുന്നത്. നീ പറഞ്ഞത് ശരിയാ എന്ന് പറയാൻ ആത്മാർത്ഥമായ ഒരു മനസ്സുണ്ടാവുക. നാലാമതായി, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ. തിരക്കുകൾക്കിടയിലും ഒരുമിച്ചിരിക്കാൻ സമയം കണ്ടെത്തുക. ഒരുമിച്ച് സിനിമ കാണുക, ഒരുമിച്ച് ഒരു കപ്പ് ചായ കുടിക്കുക, അല്ലെങ്കിൽ വെറുതെ കൈകോർത്ത് നടക്കുക. ഈ ചെറിയ നിമിഷങ്ങളാണ് ഓർമ്മകളായി മാറുന്നത്. ചിലപ്പോൾ ഡേറ്റിങ്ങിന് പോയിരുന്ന പഴയകാലം ഓർത്തെടുക്കാൻ ഒരു ചെറിയ യാത്ര പോകുന്നതും നല്ലതാണ്. അഞ്ചാമതായി, ക്ഷമയും വിട്ടുവീഴ്ചയും. ഭർത്താവ് പല വഴി, ഭാര്യ പല വഴി എന്നാണല്ലോ. രണ്ടുപേർക്കും അവരുടേതായ ശീലങ്ങളും ഇഷ്ടങ്ങളും കാണും. അവിടെയാണ് ക്ഷമയും വിട്ടുവീഴ്ചയും വരുന്നത്. നാം മാത്രം വിട്ടുവീഴ്ച ചെയ്യണോ എന്ന് ചിന്തിക്കാതെ സ്നേഹത്തിനു വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധത്തിന് ശക്തി നൽകും. ഒരു കളി ജയിക്കാനല്ല, ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആറാമതായി, അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. പങ്കാളിയുടെ ചെറിയ കാര്യങ്ങളെപ്പോലും അഭിനന്ദിക്കുക. ഈ കറി സൂപ്പർ, നീ ചെയ്ത ആ പണിക്ക് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകും. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വാക്കുകൾ അവർക്ക് വലിയ പ്രചോദനമാകും. ഏഴാമതായി, സ്വകാര്യതയും സ്വാതന്ത്ര്യവും. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരുമിച്ചിരിക്കുക എന്നല്ല. ഓരോരുത്തർക്കും അവരുടേതായ ലോകവും കൂട്ടുകാരും ഉണ്ടാകും. അതിനെ ബഹുമാനിക്കുക. ഒരു പരിധി വിട്ട സംശയവും നിയന്ത്രണവും ബന്ധത്തെ നശിപ്പിക്കും. ഒറ്റയ്ക്കിരിക്കാൻ ചിലപ്പോൾ അവർക്കൊരു നിമിഷം വേണ്ടി വന്നേക്കാം. അതിനെ മനസ്സിലാക്കുക. എട്ടാമതായി, പങ്കുവയ്ക്കുക ചുമതലകൾ. വീട്ടിലെ ജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം ഒരാളുടെ തലയിൽ മാത്രം വയ്ക്കാതെ പങ്കുവയ്ക്കുക. അത് അവളുടെ പണിയാണ്, അല്ലെങ്കിൽ അത് അവൻ്റെ പണിയാണ് എന്ന് പറയാതെ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുക. രണ്ടുപേരും ഒരേ തോണിയിൽ തുഴയുന്നവർ ആണ് എന്ന് ഓർക്കുക. 9, നർമ്മം. ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ വരും. അവിടെ ഒരു ചിരിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരസ്പരം തമാശകൾ പറയുക, ചിരിക്കുക. ചെറിയ വഴക്കുകൾ പോലും ആ ഒരു ചിരിയിൽ അവസാനിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടാകും. ചിരിക്കുന്ന ഒരു വീടാണ് സന്തോഷമുള്ള വീട്. 10, പ്രണയം നിലനിർത്തുക. കുട്ടികളും ജോലിയുമൊക്കെ ആകുമ്പോൾ പലപ്പോഴും പ്രണയം ഒരു മൂലയിൽ ഒളിച്ചിരിക്കും. ഇടയ്ക്കിടെ ഒരു റോസാപ്പൂവ് നൽകുക, സർപ്രൈസ് സമ്മാനങ്ങൾ കൊടുക്കുക, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക. പ്രണയകാലത്തെ ആ പഴയ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് പുതുക്കുന്നത് ബന്ധത്തെ എന്നും പുതിയതാക്കി നിലനിർത്തും. പ്രണയം മരിക്കുമ്പോൾ ദാമ്പത്യം ഒരു ഭാരമായി മാറും.
അങ്ങനെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള നമ്മുടെ 10 മാന്ത്രിക വിദ്യകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ ഓർക്കുക, ഓരോ ചെറിയ മാറ്റങ്ങളും വലിയ സന്തോഷത്തിലേക്കുള്ള വാതിലുകളാണ്. ദാമ്പത്യം ഒരു പൂന്തോട്ടം പോലെയാണ്. നമ്മൾ എന്നും അതിനെ നനയ്ക്കണം, പരിപാലിക്കണം. എങ്കിലേ അത് സുന്ദരമായ പൂക്കൾ വിരിയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ പങ്കാളിയാണ്. ആ സമ്മാനത്തെ എന്നും സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ സ്നേഹത്തോടെ വിട.